പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. 3 സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനങ്ങളിലേക്കും ലീഗ് അംഗങ്ങളെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ് ഉൾപ്പെടെയുള്ള 6 കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നത്. 19 അംഗങ്ങളുള്ള പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് 10, കോൺഗ്രസിന് 6, CPM-ന് 2, കേരള കോൺഗ്രസിലെ 1 അംഗവുമാണുള്ളത്. മുസ്ലിം ലീഗിലെ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയാണ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ CK ഹാരിസിനെയും തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ 3 സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി മുസ്ലിം ലീഗിലെ 3 അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. വികസനകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സണായി പ്രബീന ഹബീബ്, ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷനായി P. സുബൈർ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിര സമിതി അധ്യക്ഷയായി ഇഫ്ര അസീസ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കോൺഗ്രസ് സ്ഥിര സമിതി അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് വൈസ് പ്രസിഡന്റ് CK ഹാരിസ്, T. രാധാകൃഷ്ണൻ, ഷാജി കട്ടുപാറ, K. സക്കീന പുത്തൻവീട്ടിൽ, അഡ്വക്കേറ്റ് ജലീൽ, സുനിൽ രാമനാട് എന്നിവർ വിട്ടുനിന്നത്. ഇത്തവണ 6 മെമ്പർമാരായി വർദ്ധിച്ചപ്പോൾ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം കോൺഗ്രസ് ചോദിച്ചിരുന്നു. എന്നാൽ ഇത് നൽകാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കലാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ് എന്നിവർ പറഞ്ഞു. ഇന്ന് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇലക്ഷന് മുമ്പായി UDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാറുണ്ട്. ഞങ്ങളോട് പറഞ്ഞിരുന്നത് 2 മണിക്ക് നമുക്ക് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നതിന് ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം അതിനകത്ത് അറിയിക്കാം എന്നുള്ളതായിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ അവർ 2 മണിക്ക് എത്തേണ്ട ആളുകൾ 2:30 മണിക്ക് എത്തിക്കൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, ഇപ്രാവശ്യം 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഭരണസമിതിയിൽ കോൺഗ്രസിന് 2 അംഗങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്രാവശ്യം 6 അംഗങ്ങളുണ്ട്. 7 സീറ്റിൽ മത്സരിച്ച് 6 സീറ്റും വിജയിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൽ 17 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത് ആകെ അംഗം. അതിന് ഇത്തവണ 2 അംഗങ്ങളോട് കൂടി 19 സീറ്റായി മാറിയപ്പോൾ അതിനകത്ത് ഒരു സീറ്റ് നൽകാമെന്ന് UDF-നകത്ത് ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇലക്ഷന് മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം MLA നജീബ് കാന്തപുരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന UDF യോഗത്തിൽ വരാൻ പോകുന്ന ഭരണസമിതിയിൽ കോൺഗ്രസിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തരാമെന്ന് ധാരണയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച് നിന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഞങ്ങളൊക്കെ UDF-ആയിട്ട് മത്സരിച്ചു വന്നതാണെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നത് 6 സീറ്റായി വർദ്ധിക്കുമ്പോഴും അതുപോലെ തന്നെ മുൻകൂട്ടി ഉണ്ടാക്കിയ ധാരണ നിലനിൽക്കുമ്പോഴും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് നമുക്ക് തീർച്ചയായും അർഹതയുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ഇത്തരത്തിലുള്ള തീരുമാനം വന്നപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും പെരിന്തൽമണ്ണയിലെ KPCC ജനറൽ സെക്രട്ടറി ബാബുരാജിനെയും അതുപോലെ തന്നെ UDF ചെയർമാൻ സക്കീർ ഖാനെയൊക്കെ വിളിച്ച് അന്വേഷിച്ച് ഇതിലെ പാർട്ടിയുടെ നിലപാട് അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളോട് മാറി നിൽക്കാനാണ് അറിയിച്ചത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായും ദൗർഭാഗ്യകരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീം UDF എന്ന സ്പിരിറ്റിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇലക്ഷനിൽ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചപ്പോൾ ജനങ്ങൾ വലിയ പിന്തുണയാണ് നൽകിയത്. നമുക്കറിയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് മത്സരിക്കണമെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ 4 അംഗങ്ങളാണ് ആകെയുള്ളത്. അതിൽ 2 അംഗങ്ങൾ കോൺഗ്രസും 2 അംഗങ്ങൾ മുസ്ലിം ലീഗും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മത്സരിക്കണമെങ്കിൽ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നറുക്കെടുപ്പിലേക്ക് വരികയും അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഞങ്ങൾ ടീം UDF എന്നുള്ള സ്പിരിറ്റ് ഉൾക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. നജീബ് കാന്തപുരം MLA, KPCC ജനറൽ സെക്രട്ടറി V. ബാബുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ UDF പെരിന്തൽമണ്ണയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തുവരികയാണ്. ടീം UDF-ന് കോട്ട സംഭവിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് തരാണ്ടിരുന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ അറിയിപ്പോടുകൂടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാറി നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീം UDF എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. ടീം UDF ആയി തന്നെ നിലനിൽക്കുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ടീം UDF ആയിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ഈ ഞങ്ങൾ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഞങ്ങൾ ലീഗും കോൺഗ്രസുമായി ധാരണ വെച്ച് മുന്നോട്ട് പോയിരിക്കുക. സീറ്റുകൾ വിട്ടു നൽകുകയും സീറ്റുകൾ ഞങ്ങൾ
മത്സരിക്കാൻ ലീഗിന് കൊടുക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഭാഗമായി ഒരു ധാരണ വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആദ്യമായി വന്ന ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ആ ധാരണ നമ്മുടെ ഘടകകക്ഷി തെറ്റിച്ചതിൻ്റെ ഭാഗമായി ഒരു പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. വരാൻ പോകുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ ധാരണകളുണ്ട്. ആ ധാരണകളൊക്കെ നടപ്പിലാക്കണമെന്ന് കോൺഗ്രസിന് അവകാശപ്പെട്ട, ഞങ്ങളുടെ പാർട്ടിക്ക് അവകാശപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊരു പ്രതിഷേധം മാത്രമാണ്. ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നിവിടെ MLA ഇവിടെ സ്ഥലത്തില്ല, MLA ഗൾഫിലാണ്. അതേസമയം സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് അംഗം അനിൽ പുലിപ്ര മുസ്ലിം ലീഗ് അംഗങ്ങളുടെ കൂടെ യോജിച്ചു നിന്നു. CPM-ലെ M ധന്യ, ബഷീർ ബാവ എന്നിവരും സ്ഥിരസമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിന് എത്തിയിരുന്നു. എന്നാൽ ഒരു സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം നൽകാൻ ചർച്ച നടന്നിരുന്നുവെന്നും കൂടുതൽ സ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത് കാരണമാണ് തീരുമാനമാകാതെ പിരിഞ്ഞതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചു. തീരുമാനം ജില്ലാ UDF കമ്മിറ്റിക്ക് വിട്ടു. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.